വെൽക്കം ബാക്ക് ടു ക്ലാസ് വെൽ. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ യൂണിറ്റ് ആണ് നമ്മളിവിടെ തുടങ്ങുന്നത്. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ. അപ്പോൾ ഇതിൽ ഒരു യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ എടുക്കാൻ പോകുന്നത്. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്. വളരെ പ്രായമായ ഒരു മനുഷ്യൻ, അയാൾക്ക് വലിയ ചിറകുകളും ഉണ്ട്. ഇത് എഴുതിയിരിക്കുന്നത് ഗബ്രിയേൽ ഗേർഷ്യ മാർക്കസ് ആണ്. അബൌട്ട് ദ ഓഥർ ആദ്യം നോക്കാം. ഗബ്രിയേൽ ഗേർഷ്യ മാർക്കസ് was a Colombian novelist and one of the greatest writers of the 20th century. കൊളംബിയൻ റൈറ്റർ ആയിരുന്നു ഗബ്രിയേൽ ഗേർഷ്യ മാർക്കസ്. അദ്ദേഹം 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൈറ്ററാണ്. ഹി വാസ് അവാർഡഡ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982. 1982 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ലവ് ഇൻ ദി ടൈം ഓഫ് കോളറ, No One Writes to the Colonel, and 100 Years of Solitude. He is one of the best known Latin American writers of our time. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 വർക്കുകളാണ് ലവ് ഇൻ ദി ടൈം ഓഫ് കോളറ, കോളറ കാലത്തെ പ്രണയം. അതൊക്കെ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണ്. അതുപോലെ 100 Years ഓഫ് സോളിറ്റ്യൂഡ്, ഏകാന്തതയുടെ 100 വർഷങ്ങൾ. അദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സിലെ ഏറ്റവും പ്രശസ്തനായ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കുകളുടെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് മാജിക് റിയലിസം ആണ്. അതും പുസ്തകത്തിൽ തന്നെ തന്നിട്ടുണ്ട്. എന്താണ് മാജിക് റിയലിസം? മാജിക്കൽ റിയലിസം ഈസ് വൺ ഓഫ് ദി യുണീക്ക് നരേറ്റീവ് സ്റ്റൈൽസ് ഓഫ് ദി ലാസ്റ്റ് സെഞ്ചുറി. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തിൻ്റെ രീതിയായിരുന്നു മാജിക്കൽ റിയലിസം. Many Latin American writers like Gabriel Garcia Marquez and others such as Salman Rushdie and Angela Carter have contributed to the genre. Works in the genre depict the real world with an undercurrent of magic or fantasy. Like fairy tales, works of magic realism blur the line between fantasy and reality. Let us log in. There is no sun without shadow. It is essential to know the night. ആൽബർട്ട് ക്യാമസ്. ആൽബർട്ട് ക്യാമസ് ഒരു ഫ്രഞ്ച് തത്വചിന്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലൈനാണ് ഈ തന്നിരിക്കുന്നത്. സൂര്യരശ്മി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ സൂര്യനില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നറിയാം. There is no sun without shadow. ഷാഡോ എന്ന് പറഞ്ഞാൽ നിഴൽ. നിഴലില്ലാതെ ഒരു സൂര്യരശ്മിയും അല്ലെങ്കിൽ ഒരു സൂര്യനും ഇല്ല. സൂര്യൻ എപ്പോൾ ഒക്കെ വെളിച്ചമുണ്ടോ അവിടെയൊക്കെ നിഴലുകളും ഉണ്ടാവും. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ നൈറ്റ്. അതുപോലെ തന്നെ രാത്രിയെ അല്ലെങ്കിൽ ഇരുട്ടിനെ പറ്റി നമ്മൾ അറിയേണ്ടതും വളരെ അത്യാവശ്യമാണ്. വാട്ട് ഡു യു തിങ്ക് സൺ ആൻഡ് ഷാഡോ മീൻ ഇൻ ദി കോണ്ടെക്സ്റ്റ്? ഈ കോണ്ടെക്സ്റ്റിൽ ഷാഡോ എന്നതുകൊണ്ടും സൺ എന്നതുകൊണ്ടും നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അതായത് നമ്മുടെ ജീവിതത്തിൽ പ്രകാശത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഇരുട്ട് എന്താണെന്ന് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എവിടെയൊക്കെ വെളിച്ചമുണ്ടോ ആ വെളിച്ചത്തിന് എവിടെയെങ്കിലും തടസ്സങ്ങൾ നേരിടുമ്പോൾ നിഴലുകളും ഉണ്ടാവും. അപ്പോൾ വെളിച്ചത്തിൻ്റെ ഒരു നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പാർട്ടാണ് നിഴൽ എന്ന് പറയുന്നത്. ലൈറ്റും ഡാർക്ക്നെസ്സും നമുക്കിത് രണ്ടും നമ്മുടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിന് അത്യാവശ്യമാണ്, അല്ലെ? ഇതിലൊന്നില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഒരു ബാലൻസ്ഡ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് സൺഷൈനും വേണം, ഷാഡോയും വേണം. സൺഷൈൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളാണ്. നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവായിട്ട് വരുന്ന അനുഭവങ്ങൾ, നമുക്ക് നല്ലത് സംഭവിക്കുന്ന കാര്യങ്ങൾ. ഷാഡോ എന്നത് നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് സംഭവിക്കുന്ന വിഷമങ്ങൾ, ദുരിതങ്ങൾ, അതൊക്കെയാണ് ഷാഡോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡസ് ദ നൈറ്റ് റെപ്രസെന്റ്? ഇരുട്ട് എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? രാത്രി എന്തിനെ സൂചിപ്പിക്കുന്നു? എപ്പോഴൊക്കെ നമുക്ക് പ്രകാശമുണ്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഉറപ്പായിട്ടും ഒരു ഇരുട്ടായിട്ട് മാറും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ഒരു ബാലൻസ് ആണ്, സുഖവും ദുഃഖവും ഒക്കെ അങ്ങനെ മാറി മറിഞ്ഞ് വരും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഫറിങ്സിനെയും ചലഞ്ചസിനെയും നെഗറ്റീവ് എക്സ്പീരിയൻസിനെയും ഒക്കെയാണ് നൈറ്റ് എന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഹൗ ആർ good times and bad times related to each other? എങ്ങനെയാണ്
ഗുഡ് ടൈംസും ബാഡ് ടൈംസും ജീവിതത്തിൽ അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? സഫറിങ്സ്, ചലഞ്ചസ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസസ് ക്യാൻ പ്രൊവൈഡ് വാല്യുബിൾ ലെസൺസ്. അല്ലേ? നമുക്ക് ജീവിതത്തിലെ വിലയേറിയ പാഠങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ നൽകുന്നതാണ് നമ്മുടെ ബാഡ് ടൈംസ് എന്ന് പറയുന്നത്. ബാഡ് ടൈംസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഗുഡ് ടൈംസിൻ്റെയും വാല്യൂ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരാൾക്കും ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഗുഡ് ടൈംസ് മാത്രമായിരിക്കില്ല, ഒരാൾക്കും ബാഡ് ടൈംസ് മാത്രം ആയിരിക്കില്ല. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിയാണ് എല്ലാവരുടെയും ജീവിതം. യു മേ ഡിസ്കസ് ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ ഗ്രൂപ്പ്സ്. ഇത് ഗ്രൂപ്പിൽ നിങ്ങൾ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി kindness and empathy are essential qualities in our world. These spread light and hope even in darkest times. കൈൻഡ്നെസ്സും നമുക്ക് സഹാനുഭൂതിയും മറ്റുള്ളവരോടുള്ള ദയയും അതൊക്കെ നമ്മുടെ ജീവിതത്തിന് വളരെയധികം അത്യാവശ്യമാണ്. നമുക്കത് ഉണ്ടായിരിക്കണം. അതാണ് നമുക്ക് ഈ നമ്മുടെ ദയയും സഹാനുഭൂതിയും ഇതൊക്കെയാണ് നമ്മളെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ പോലും പ്രതീക്ഷ നൽകുന്നത്. Our society tends to isolate the ones who appear different, especially those who are weak and vulnerable. നമ്മുടെ സമൂഹത്തിൽ ഒരു ടെൻഡൻസി ഉണ്ട്, ഒരു രീതിയുണ്ട്. അതായത് രൂപത്തിൽ അപ്പിയർ ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ രൂപത്തിൽ എന്തെങ്കിലും മാറ്റമുള്ളവരെ, അതുപോലെ വളരെ ദുർബലരായിട്ടുള്ളവരെ, കഴിവില്ലാത്തവരെ ഒക്കെ മാറ്റി നിർത്തുന്ന, ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. We may not always realize that even small act of compassion can give a significant impact on many lives. നമ്മൾ എപ്പോഴും തിരിച്ചറിയണം, നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ അനുകമ്പാപൂർണമായ ചില സമീപനങ്ങൾ അല്ലെങ്കിൽ കരുണ, ദയ ഇതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിൽ ദയയും സ്നേഹവും സൂക്ഷിക്കുന്നവരായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് പോവാം. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ്. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ. ഉച്ച സമയമായിട്ടും ലൈറ്റ് വളരെ കുറവായിരുന്നു, പ്രകാശം വളരെ കുറവായിരുന്നു. When Pelayo was coming back to the house, പെലായോ എന്ന് പറയുന്നയാള് അയാളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. It was hard for him to see what was moving and groaning in the rear of the courtyard. പെലായോ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മുറ്റത്തിന്റെ അരികിലായിട്ട്, കോട്ടിയാട് എന്ന് പറയുന്ന മുറ്റമാണ്, വീടിന്റെ പരിസര പ്രദേശം, ആ ഭാഗത്ത് എന്തോ ഒരു വസ്തു അനങ്ങുന്നുണ്ട്, അതുപോലെ ഗ്രോൺ ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് കരയുന്നുണ്ട്. അപ്പൊ അതെന്താണ് എന്ന് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിക്കുന്നില്ല. He had to go very close to see that it was an old man. അദ്ദേഹം അതിന്റെ അടുത്തേക്ക് പോയി. പെലായോ അതിന്റെ അടുത്തേക്ക് പോയപ്പോൾ മനസ്സിലായി അതൊരു പ്രായമായ മനുഷ്യനാണ്. A very old man. The man was lying face down in the mud. മണ്ണിലേക്ക് മുഖം അമർത്തിയാണ് അയാൾ കിടക്കുന്നത്. മഡ് എന്ന് പറഞ്ഞാൽ മണ്ണ്. In spite of his tremendous effort, the man couldn't get up, impeded by his enormous wings. In spite of his tremendous effort എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ധാരാളം പ്രാവശ്യം ശ്രമിച്ചു. ഗ്രേറ്റ് എമൗണ്ട്, ഹ്യൂജ് എന്നൊക്കെയാണ് ട്രമൻഡസിന്റെ അർത്ഥം. ഇവിടെ അതിന്റെ അർത്ഥം ധാരാളം തവണ അദ്ദേഹം എഴുന്നേക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ അദ്ദേഹത്തിന് എഴുന്നേക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ the man couldn't get up, impeded by his enormous wings. enormous എന്ന് പറഞ്ഞാൽ വളരെ വലിയ ചിറകുകൾ അയാൾക്ക് ഉണ്ട്. ആ ചിറകുകൾ കാരണം എത്ര തവണ ശ്രമിച്ചിട്ടും എഴുന്നേക്കാനായിട്ട് പറ്റുന്നില്ല. ആ ചിറകുകൾ മണ്ണിൽ അമർന്ന് കിടക്കുകയാണ്. frightened by the sight. frightened എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു. ഈ കാഴ്ച പെലായോയെ ഭയപ്പെടുത്തി. പെലായോ ran to get Elinsta, his wife. She was putting compresses on their sick child. ഭാര്യയുടെ അടുത്തേക്ക് പെലായോ ഓടിച്ചെന്നു. ഭാര്യ എന്തെടുക്കുകയാണ്? വയ്യാത്ത അവരുടെ കുട്ടിയെ കംപ്രസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്രസ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള തുണി ഉപയോഗിച്ച് അമർത്തുന്നതിനാണ്. വേദന കുറയാനായിട്ടൊക്കെ അമർത്തി കൊടുക്കുകയാണ് ആ കുട്ടിക്ക്. അപ്പൊ ആ കുട്ടിയെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ അടുത്തേക്ക് പെലായോ ഇക്കാര്യം പറയാനായിട്ട് ഓടിച്ചെന്നു. He took her to the rear of the courtyard. They both looked at the fallen body. ഭാര്യയെയും ആ മുറ്റത്തിന്റെ അരികിലേക്ക് പെലായോ കൊണ്ടുവന്നു. രണ്ടുപേരും കൂടി ആ നിലത്ത് കിടക്കുന്ന ആളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു.
The man was dressed like a rag picker. റാഗ് പിക്കർ എന്ന് പറഞ്ഞാൽ ഈ ചാക്കൊക്കെ കച്ചവടത്തിന് വരുന്ന ഒരാളാണ്, ചാക്ക് വിൽപ്പനക്കാരന്. അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത്. There were only a few faded hairs left on his bald skull and very few teeth in his mouth. കുറച്ച് 2-3 നരച്ച മുടികൾ മാത്രമേ അയാളുടെ ആ തലയിലുള്ളൂ, ബാക്കിയെല്ലാം കഷണ്ടി പോലെ ഇരിക്കുകയാണ്. അതുപോലെ കുറച്ച് പല്ലുകൾ മാത്രമേ വായിൽ ശേഷിച്ചിട്ടുള്ളൂ. His pitiful condition seemed that of a drenched great grandfather. അയാളുടെ ദയനീയമായ കണ്ടീഷൻ, പിറ്റിഫുൾ എന്ന് പറഞ്ഞാൽ അതായത് ദയനീയമായ ആ ഒരു കാഴ്ച, അയാൾ വളരെ വിഷമിച്ചാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ആ കാഴ്ച കണ്ടപ്പോൾ ഇവർക്ക് ഡ്രെഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ നനഞ്ഞ അല്ലെങ്കിൽ വെള്ളത്തിൽപ്പെട്ട ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ പോലെ തോന്നി. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡിയർ ഹി മൈറ്റ് ഹാവ് ഹാഡ് അവേ. എന്തെങ്കിലും ഒരു മഹത്വരമായ ഒരു കാര്യം അദ്ദേഹത്തിൽ ഉണ്ടോ എന്നൊന്നും തോന്നിയിട്ടില്ല. ഈ ഒരു രീതിയിലാണ് അദ്ദേഹത്തെ കാണപ്പെടുന്നത്. ഗ്രാൻഡിയർ എന്ന് പറഞ്ഞാൽ മഹത്വരമായ. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ് were entangled in the mud. His huge basalt wings. ബസാൾട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രാപ്പിടിയൻ വലിയ പരുന്തില്ലേ, അതിൻ്റെയൊക്കെ ചിറക് പോലെ തോന്നുന്ന ചിറക് കാണാം. അത് വളരെ മുഷിഞ്ഞാണ്, ഡേർട്ടി, മണ്ണ് പിടിച്ച് നിൽക്കുകയാണ്. ഹാഫ് പ്ലക്ഡ്, പകുതി അവിടെ ഇങ്ങനെ മുറിഞ്ഞിരിക്കുകയാണ്. വേർ എൻറ്റാങ്കിൾഡ് ഇൻ ദി മഡ്, അത് മണ്ണിൽ പുതഞ്ഞ് കിടക്കുകയാണ്. എൻറ്റാങ്കിൾഡ് നേരത്ത് കൂടിക്കുഴഞ്ഞ് കിടക്കുകയാണ്. They looked at him so long and so closely that Pelayo and Elinda very soon overcame their surprise. അവർ കുറേ സമയം, ഈ പെലായോയും വൈഫും കുറേ സമയം അയാളെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു. അങ്ങനെ അവർ അവരുടെ ആ ഒരു അത്ഭുതത്തെ മറികടന്നു. കുറേ നേരം കണ്ടു കഴിയുമ്പോൾ നമുക്ക് നോർമലായിട്ട് വരുമല്ലോ. ആദ്യം കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഇൻ ദി എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. അപ്പോൾ കുറേ നേരം നോക്കി നിന്നപ്പോൾ അവർക്കൊരു പരിചയഭാവമൊക്കെ തോന്നി. ദെൻ ദേ ഡെയർഡ് സ്പീക്ക് ടു ഹിം. ഡെയർ എന്ന് പറഞ്ഞാൽ ധൈര്യം. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം അയാളോട് സംസാരിക്കാൻ അവരൊരു ധൈര്യമൊക്കെ ആർജിച്ചെടുത്തു. ഹി ആൻസേർഡ് ഇൻ ആൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട് വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. പക്ഷെ ഇവർ സംസാരിച്ചെങ്കിലും അദ്ദേഹം ഇങ്ങോട്ട് റിപ്ലൈ കൊടുത്തത്, മറുപടി പറഞ്ഞത് ഇവർക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷയിലാണ്. ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട്. അപ്പം ഇവർക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷ, ഡയലക്ട് എന്ന് പറയുന്നത് ഭാഷയാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് തിരിച്ച് സംസാരിച്ചത്. വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ് എന്ന് പറഞ്ഞാൽ ഒരു മീൻപിടുത്തക്കാരൻ്റെ, ഒരു സെയിലറിൻ്റെ അല്ലെങ്കിൽ കടലിൽ പോകുന്ന ഒരാളിൻ്റെ ഒരു ശക്തമായ ശബ്ദം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ലാംഗ്വേജ് ഇവർക്ക് മനസ്സിലാകുന്നില്ല. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. അങ്ങനെ അവർ ഒരു തീരുമാനത്തിലെത്തി. കൺക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ അവരൊരു കൺക്ലൂഷനിലെത്തി. അവസാനം അവരൊരു തീരുമാനത്തിലെത്തി, ഇദ്ദേഹം എവിടെയോ ഒരു ഫോറിൻ ഷിപ്പ് കടലിൽപ്പെട്ട് അല്ലെങ്കിൽ കടലിലെ തിരമാലകളിൽപ്പെട്ട് നശിച്ചുപോയി. അതിൽ നിന്ന് കരയിലടിഞ്ഞ ഒരു ആളാണ്. എവിടെ നിന്നോ ഫോറിൻ ലാൻഡിൽ നിന്ന് വന്നതാണ്, കപ്പൽ ദുരന്തത്തിൽ അകപ്പെട്ടയാളാണ് എന്ന് അവർ തീരുമാനിച്ചു. കാസ്റ്റവേ എന്ന് പറഞ്ഞാൽ കപ്പൽ ദുരന്തത്തിൽ അകപ്പെട്ട ഒരാൾ. Then they called in a neighbor woman to see him. പെലായോയും വൈഫും പോയി അടുത്തുള്ള ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ടുവന്നു. All she needed was one look to show them their mistake. He is an angel. ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഇതൊരു ഏഞ്ചലാണ്, മാലാഖയാണ്. She told them, he must have been coming for the child, but the poor fellow is so old that the rain knocked him down. നിങ്ങളുടെ കുട്ടിയെ കാണാനായിട്ട് വന്നതാണ്, കുട്ടിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. കുട്ടിയുടെ അസുഖമായിട്ട് കിടക്കുകയാണ്, കുട്ടിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇദ്ദേഹത്തിന്, ഈ ഏഞ്ചലിന് വളരെയധികം പ്രായമുണ്ട്, അതുകൊണ്ട് മഴയിൽ അദ്ദേഹം തട്ടിത്തടഞ്ഞ് വീണതാണ് എന്ന് പറഞ്ഞു. On the following day, everyone knew that a flesh and blood angel was held captive in Pelayo's house. പിന്നീടുള്ള ദിവസങ്ങളിൽ അവിടെയുള്ള ആൾക്കാരെല്ലാം അറിഞ്ഞു, ഫ്ലഷും ബ്ലഡും, അതായത് മാംസവും രക്തവും ഒക്കെ ഉള്ള ഒരു മാലാഖയെ പെലായോയുടെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന്. ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ പിടിച്ചെടുത്ത് തടവിലാക്കി. പെലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ ആംഡ് ഹിസ് ബെയിലിഫ് ക്ലബ്. എല്ലാ ദിവസവും ഈവനിങ്ങിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം
പെലായോ തൻ്റെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് തൻ്റെ ബെയിലിഫ് ക്ലബ് എന്ന് പറഞ്ഞാൽ ജയിൽ ഉദ്യോഗസ്ഥനാണ് പെലായോ. അയാളുടെ കയ്യിൽ എപ്പോഴും ഒരു സ്റ്റിക്ക് ഉണ്ടാവും. ആ സ്റ്റിക്കും കൊണ്ട് നിന്ന് ഇയാളെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേ നിന്നു. ഈ ഏഞ്ചലിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ബിഫോർ ഗോയിങ് ടു ബെഡ് ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദി മഡ് ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദി ഹെൻസ് ഇൻ ദി ചിക്കൻ കൂപ്പ്. കിടക്കാൻ പോകുന്നതിന് മുമ്പ്, ഡ്രാഗ്ഡ് എന്ന് പറഞ്ഞാൽ വലിക്കുക, വലിച്ചുകൊണ്ട് വന്ന്, അതായത് ഈ ഏഞ്ചലിനെ വലിച്ചുകൊണ്ട് വന്ന് മണ്ണിൽ നിന്ന് വലിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തിന്റെ ഒരു കോഴിക്കൂടുണ്ട് പെലായോയുടെ, അതിനകത്ത് ഇയാളെ അടച്ചു വെച്ചു. A short time afterward, the child woke up without a fever and with a desire to eat. കുറച്ച് സമയത്തിനുള്ളിൽ ഇവരുടെ അസുഖബാധിതയായ ആ കുട്ടി പനിയൊക്കെ ഭേദമായി, അതുപോലെ ആഹാരം കഴിക്കാൻ തയ്യാറായിട്ട് എണീറ്റ് വന്നു. കുറച്ച് ദിവസമായിട്ട് ആ കുട്ടി കിടപ്പായിരുന്നു. Then they felt magnanimous. അപ്പോൾ ഇവർക്ക് ഭയങ്കര മഹാമനസ്കത, മഗ്നാനിമസ് മീൻസ് ജനറോസിറ്റി, ഭയങ്കര മഹാമനസ്കത ആ ഏഞ്ചലിനോട് തോന്നി. കാരണം ആ ഏഞ്ചൽ വന്നിട്ടായിരിക്കും തൻ്റെ കുട്ടിക്ക് ഭേദമായത്. അത് തന്നെയല്ല, കുട്ടിക്ക് ഭേദമായല്ലോ. അപ്പോൾ അവർക്കൊരു മനസ്സിനൊരു റിലീഫായി. They decided to put the angel on a raft with fresh water and provisions for 3 days and leave him to his fate on the high seas. അപ്പോൾ അവർ തീരുമാനിച്ചു ആ മാലാഖയെ കുറച്ച് ഫ്രഷ് വാട്ടറൊക്കെ കൊടുത്ത്, ശുദ്ധജലമൊക്കെ കൊടുത്ത്, റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചങ്ങാടമാണ്, കടലിലോ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ പോകാൻ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഈ ഏഞ്ചലിനെ വിട്ടേക്കാം, 3 ദിവസത്തേനുള്ള അദ്ദേഹത്തിനുള്ള സാധനങ്ങളും കൊടുത്ത് അദ്ദേഹത്തിന്റെ വിധിക്കനുസരിച്ച് അദ്ദേഹത്തിനെ കടലിലേക്ക് വിട്ടേക്കാമെന്ന് തീരുമാനിച്ചു. But when they went out into the courtyard at the first light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. അങ്ങനെ തീരുമാനമൊക്കെ എടുത്തതിന്റെ പിറ്റേ ദിവസം രാവിലെ, ഡോൺ എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് ആണ്, വളരെ നേരത്തെ, പ്രഭാതത്തിന്റെ ഏറ്റവും ആദ്യത്തെ മണിക്കൂറുകളിൽ. അങ്ങനെ അവർ പുറത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ ആ മുറ്റത്ത് മുഴുവനും അടുത്തുള്ള ആൾക്കാർ വന്ന് നിൽക്കുകയാണ് ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെല്ലാം ആ കോഴിക്കൂടിന്റെ മുന്നിലായിട്ട് നിൽപ്പുണ്ട്. The visitors were tossing him things to eat through the opening in the coop. It was as if he were a supernatural creature but a circus animal. അങ്ങനെ ആ വിസിറ്റേഴ്സ് എല്ലാവരും കൂടി പല സാധനങ്ങൾ, ആ കോഴിക്കൂടിന്റെ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടാവുമല്ലോ അകത്തേക്ക് സാധനങ്ങൾ എറിയാൻ, അപ്പൊ ആ ഒരു വിടവിലൂടെ ഈ ആൾക്കാരെല്ലാവരും ഈ ഏഞ്ചലിന്റെ അടുത്തേക്ക് സാധനങ്ങൾ എറിയുകയാണ്. അപ്പൊ ഈ ഓൾഡ് മാൻ അതിനകത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടാൽ ഈ ആൾക്കാർ ഒരു ഏഞ്ചൽ ആയിട്ടൊന്നും അല്ല കൺസിഡർ ചെയ്യുന്നേ, ഒരു സർക്കസ് മൃഗത്തിനെ എങ്ങനെ നമ്മൾ എന്റർടൈൻ ചെയ്യാനായിട്ട് ഓരോ സാധനങ്ങളൊക്കെ എറിയുമോ അങ്ങനെ ഈ ഓൾഡ് മാനെ ആൾക്കാരെല്ലാവരും കൂടി ചുറ്റും നിന്ന് ഉപദ്രവിക്കുകയാണ്. The news of the captive angel spread with great rapidity. അങ്ങനെ ഈ തടവിലാക്കപ്പെട്ട ഈ ഏഞ്ചലിനെ പറ്റിയുള്ള വാർത്ത എല്ലായിടത്തും വളരെ പെട്ടെന്ന് പരന്നു. After a few hours, the courtyard had the bustle of a market place. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ആ മുറ്റം ഒരു മാർക്കറ്റ് പ്ലേസ്, ഒരു ചന്തയിലൊക്കെ എത്രമാത്രം തിരക്കും ബഹളവും ഉണ്ടാവുമോ അതുപോലെയായി മാറി. The couple had to call in troops to disperse the mob. അവസാനം ഈ പെലായോയ്ക്കും വൈഫിനും ട്രൂപ്സ്, പട്ടാളക്കാരിലെ പോലീസുകാരെ വിളിക്കേണ്ടി വന്നു ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട്. മോബ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം. They got the idea of fencing in the yard. അപ്പൊ അവർ തീരുമാനിച്ചു ഈ യാർഡിന്, ഈ മുറ്റത്തിന് ഒരു ഫെൻസ് ഉണ്ടാക്കിയാലോ, ഒരു വേലി ഉണ്ടാക്കിയാലോ. ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. എന്നിട്ട് ഒരു 5 cent അവരുടെ അവിടുത്തെ പൈസയാണത്, നമ്മുടെ രൂപ പോലെ. അപ്പൊ അഡ്മിഷൻ, ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് അഡ്മിഷന് ഒരു 5 cent വീതം ഈടാക്കിയാലോ എന്ന് ഇവര് ആലോചിച്ചു. കാരണം പൈസ കൊടുത്ത് ടിക്കറ്റ് വെച്ച് ഏഞ്ചലിനെ കാണാൻ അനുവാദം കൊടുക്കുക. The curious came from far away. The most unfortunate invalids on earth came in search of health. അങ്ങനെ ധാരാളം ആൾക്കാർ വന്നു തുടങ്ങി. വളരെ ദൂരെ നിന്ന് പോലും ഈ ഏഞ്ചലിനെ കാണാൻ ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർ വരാൻ തുടങ്ങി. അൺഫോർച്ചുനേറ്റ് മീൻസ് നിർഭാഗ്യവാന്മാര്. അത് ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്ന ശരീരത്തിന് ആവതില്ലാത്തവര്, വളരെ വീക്ക് ആയിട്ടുള്ളവര്, അങ്ങനെ എന്തെങ്കിലും ദുർബലരായിട്ടുള്ള ആൾക്കാരൊക്കെ ദൂരെ നിന്ന് ഈ ഏഞ്ചലിനെ കണ്ട് സുഖപ്പെടുമോ എന്നൊക്കെ അറിയാനായിട്ട് വരാൻ തുടങ്ങി. പെലായോ ആൻഡ് എലിൻസ്ഡ വെർ ഹാപ്പി വിത്ത്
ഫാറ്റിക്. അവർ വളരെ ക്ഷീണിതരായി, കാരണം അതുപോലെ തിരക്കാണ്. എങ്കിലും അവർ വളരെ ഹാപ്പി ആയിരുന്നു. ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രാംഡ് ദെയർ റൂംസ് വിത്ത് മണി. കുറച്ചാഴ്ചകൾക്കുള്ളിൽ അവരുടെ മുറി നിറയെ പൈസ നിറഞ്ഞു. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻറ്റർ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറൈസൺ. അതായത് ആകാശത്തിന്റെ ചക്രവാളം വരെ നീളുന്ന പിൽഗ്രിംസ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടകർ. നമ്മുടെ ഏതെങ്കിലും വിശുദ്ധമായ സ്ഥലങ്ങളൊക്കെ സഞ്ചരിക്കാൻ പോകുന്നവരെയാണ് തീർത്ഥാടകർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഏഞ്ചലിനെ കാണാനായിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു നിര, ക്യൂ അങ്ങ് ആകാശത്തിന്റെ ചക്രവാളം വരെ നീണ്ടു നിന്നിരുന്നു. The angel was the only one who took no part in his own act. ഏഞ്ചൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. He spent his time trying to get comfortable in his borrowed nest. borrowed എന്ന് പറഞ്ഞാൽ കടം വാങ്ങുക എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ ആ ചിക്കൻ കൂപ്പ് ആരുടേതാണ്? പെലായോയുടെയാണ്. അതിനകത്ത് എങ്ങനെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം, സുരക്ഷിതമായിട്ടിരിക്കാം എന്നൊക്കെ ശ്രമിച്ച് ഓൾഡ് മാൻ തൻ്റെ കാര്യം നോക്കി എപ്പോഴും അതിനകത്ത് കഴിഞ്ഞു. അറ്റ് ഫസ്റ്റ് they tried to make him eat some mothballs. mothballs എന്ന് പറഞ്ഞാൽ നാഫ്തലീൻ ഗുളികകളാണ്. ആദ്യം അവര് ഇദ്ദേഹത്തിന് കുറച്ച് നാഫ്തലീൻ ഗുളികകളൊക്കെ കൊടുത്തു. ബട്ട് he ate nothing but eggplant mush. eggplant mush എന്ന് പറയുന്ന ഒരു ഡിഷ്, ഒരു വിഭവം മാത്രമേ അദ്ദേഹം കഴിക്കുകയുണ്ടായിരുന്നുള്ളൂ. ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ കൊല്ലാൻ ഉപയോഗിക്കുന്ന കീടനാശിനിയാണ് ഈ മോത്ത് ബോൾസ്. നാഫ്തലിൻ എന്നുണ്ട്. മുൻപ് അതിന് കർപ്പൂരത്തിന്റെ ബോൾസ് എന്നും അർത്ഥമുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൊടുത്തിട്ടൊന്നും അദ്ദേഹം കഴിക്കുന്നില്ല. പകരം എഗ് പ്ലാന്റ് എന്ന് പറയുന്നത് വഴുതനയാണ്. വഴുതനങ്ങ വേവിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് ഉടച്ചത്, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ്, ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വിർച്യു സീം ടു ബി പേഷ്യൻസ്. സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അമാനുഷികമായ. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും മാനുഷികമായ ഒരു മൂല്യം എന്ന് പറയുന്നത്, വിർച്യു മൂല്യം, ഗുണം എന്നൊക്കെയാണ്. സീം ടു ബി പേഷ്യന്റ്, അത് ക്ഷമയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ഗുണം ക്ഷമയാണ്. ഹി വാസ് ക്വൈറ്റ് പേഷ്യന്റ് വെൻ ദ ഹെൻസ് പെക്ട് അറ്റ് ഹിം. കോഴികളൊക്കെ അദ്ദേഹത്തിനെ കൊത്തുമ്പോൾ അദ്ദേഹം വളരെ ക്ഷമയോടെ ഇരുന്നു. സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ് ഇൻ ഹിസ് വിങ്സ്. കോഴികൾ എന്താണ് സെർച്ച് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ചിറകിനിടയിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ കൊത്തിപ്പെറുക്കാനായിട്ടാണ് ഈ കോഴികൾ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത്. He was patient again when the cripples pulled out his feathers to touch their limbs with. ക്രിപ്പിൾസ് എന്ന് പറഞ്ഞാൽ കൈക്കോ കാലിനോ എന്തെങ്കിലുമൊക്കെ ഒരു ഡാമേജ് പറ്റിയ ആൾക്കാരാണ്, എന്തെങ്കിലും ഒരു അംഗവൈകല്യം ഉള്ളവരാണ്. അങ്ങനെയുള്ളവര് അവരുടെ അസുഖം ഭേദമാകും എന്ന് കരുതി ഇദ്ദേഹത്തിന്റെ വിങ്സിൽ നിന്ന് അദ്ദേഹത്തിന്റെ തൂവല് പറിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ തൂവല്. അപ്പം ഇത് കൊണ്ടുപോയി അവരെ ടച്ച് ചെയ്താൽ അവർക്ക് അസുഖം ഭേദമാകും എന്നൊരു ചിന്ത. അതിനു വേണ്ടിയിട്ട് അത് പറിച്ചെടുക്കാനും അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നു. ഈ സമയത്തെല്ലാം ആ ഓൾഡ് മാൻ വളരെ ക്ഷമയോടെ ഇരുന്നു. He remained patient when even the most merciful threw stones at him. ഏറ്റവും ദയയില്ലാത്ത ആൾക്കാര് അദ്ദേഹത്തിനെതിരെ കല്ലുകൾ എറിഞ്ഞു. അപ്പോഴും അദ്ദേഹം ക്ഷമയോടെ ഇരുന്നു. After all, they were only trying to get him to rise so that they could see him standing. അവർ ഈ കല്ലുകളൊക്കെ എറിഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയെങ്കിലും ഈ ഓൾഡ് മാൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും, അപ്പൊ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാമല്ലോ എന്ന് കരുതിയാണ് എപ്പോഴും അദ്ദേഹം ആ കൂട്ടിൽ എവിടെയെങ്കിലും ഇരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. It so happened that during those days there arrived in town a traveling show. ഈ സമയത്താണ് ടൗണിൽ ഇങ്ങനെ ചുറ്റിത്തിരിയുന്ന ഒരു ഷോ, സർക്കസ് ഷോ പോലെയൊക്കെ ഒരു ഷോ അവിടെ ടൗണിൽ വന്നത്. The main attraction was a woman who had been changed into a spider by a burst of thunder and lightning. ആ ഒരു ഷോയുടെ ഏറ്റവും നല്ല അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിനകത്തൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ പെട്ടെന്ന് തന്നെ ഒരു സ്പൈഡർ, ഒരു ചിലന്തിയായിട്ട് മാറും. ഒരു തണ്ടറും ലൈറ്റനിങ്ങും വരും. അതോടുകൂടി ആ സ്ത്രീ ഒരു സ്പൈഡറായിട്ട് മാറും. The admission fee to see her was less than the fee to see the angel. ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടി ആൾക്കാർക്ക് പെലായോ ഒരു ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിലും കുറച്ച് ടിക്കറ്റ് മതി ആ സ്ത്രീയെ കാണാനായിട്ട്. So the people flocked to see her. അതുകൊണ്ട് ആൾക്കൂട്ടം അങ്ങോട്ടേക്ക് ഒഴുകി. They were also permitted to ask her all manner of questions about her absurd state. അബ്സേർഡ് എന്ന് പറഞ്ഞാൽ ഒരു റീസണിങ് ഇല്ല, അതായത് ഒരു ഭ്രാന്തമായ ഒരു നോർമൽ അല്ലാത്ത ഒരു സ്റ്റേറ്റിലാണ് ആ സ്ത്രീ. ആ സ്ത്രീയോട് എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ഈ ആൾക്കാർക്ക് ചോദിക്കാം. ടിക്കറ്റ് എടുത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ആ സ്ത്രീയോട് ചോദിക്കാം. എന്നാൽ ഇവിടെ ഈ ഏഞ്ചലിനോട് എന്ത് ചോദിച്ചാലും അദ്ദേഹം മറുപടി
പറയില്ല. അപ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടി ഇഷ്ടം ആ ഒരു ഷോ കാണാനായിട്ടാണ്. അങ്ങനെ ജനക്കൂട്ടം ടൗണിലേക്ക് ഒഴുകാനായിട്ട് തുടങ്ങി. The owners of the house had no reason to lament. Lament എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക, കരയുക, സങ്കടപ്പെടുക എന്നൊക്കെയാണ്. ഓണേഴ്സ് ഓഫ് ദി ഹൗസ് എന്ന് പറഞ്ഞാൽ പെലായോയും വൈഫുമാണ്. അവർക്ക് കരയേണ്ട യാതൊരു കാരണവും ഇല്ല. കാരണം അവർ ആവശ്യത്തിൽ കൂടുതൽ പൈസ ഇപ്പൊ തന്നെ ഉണ്ടാക്കി. അപ്പൊ ഇനി ആൾക്കാർ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും അവർക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല. വിത്ത് ദ മണി they built a 2-story mansion with balconies and ഗാർഡൻസ്. അവർ സേവ് ചെയ്ത് വെച്ചിരുന്ന ആ പൈസ കൊണ്ട് അവരൊരു 2 നില, സ്റ്റോറി എന്ന് പറഞ്ഞാൽ നിലകളാണ്. കഥ എന്ന സ്റ്റോറിയുടെ സ്പെല്ലിങ് STORY ആണ്, ഇവിടെ EY ആണ്. അപ്പോൾ നിലകൾ എന്നാണ്. 2 സ്റ്റോറി എന്ന് പറഞ്ഞാൽ 2 നില. മാൻഷൻ എന്ന് പറഞ്ഞാൽ വലിയ വീടാണ്. 2-story mansion with balconies and gardens. പെലായോ 2 നില വീട് വലിയ ബാൽക്കണികളോടും പൂന്തോട്ടത്തോടും ഒക്കെ കൂടിയുള്ളത് നിർമ്മിച്ചു. It also had high netting so that crabs wouldn't get in during the winter. വലിയ വേലിയൊക്കെ കെട്ടിയിരുന്നു നെറ്റ് കൊണ്ട്. അതുകൊണ്ട് തന്നെ ക്രാബ്സിന് അതിനകത്തേക്ക് വിന്റർ സമയത്ത് കടക്കാനായിട്ട് കഴിയില്ല. And the iron bars on the windows so that the angel wouldn't get in. അതുപോലെ അയൺ ബാറുകളൊക്കെ വെച്ച് ജനലും ഭദ്രമായിട്ട് അടച്ചു. അതുകൊണ്ട് ഏഞ്ചൽസിനും അതിനകത്തേക്ക് വരാൻ കഴിയില്ല. Pelayo also set up a rabbit warren and gave up his job as a bailiff for good. ബെയിലിഫ് ആയിട്ട് ഒരു ജോലി ഉണ്ടായിരുന്നു, ഒരു ജയിൽ ഉദ്യോഗസ്ഥനായിട്ട്. ആ ജോലി അദ്ദേഹം ഉപേക്ഷിച്ചു. എന്നിട്ടൊരു വലിയ റാബിറ്റ് വാരൻ അദ്ദേഹം നിർമ്മിച്ചു. അതായത് മുയലുകളെയൊക്കെ വൻതോതിൽ വളർത്താനായിട്ട് വലിയ കൂട് അദ്ദേഹം നിർമ്മിച്ചു. Elinsta bought some satin pumps with high heels and many dresses of iridescent silk. പംസ് എന്ന് പറഞ്ഞാൽ ഉയർന്ന ഹീലോട് കൂടിയ ഷൂസ് ആണ്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുള്ള ധാരാളം ഷൂസ് ഒക്കെ എലിൻസ്റ്റ വാങ്ങിച്ചു വെച്ചു. അതുപോലെ തന്നെ ഇറിഡിസെന്റ് സിൽക്ക് എന്ന് പറഞ്ഞാൽ കളർഫുൾ ആയിട്ടുള്ള വളരെ നല്ല സിൽക്കിന്റെ ഡ്രസ്സുകളും ഒക്കെ ധാരാളം വാങ്ങി. അങ്ങനെ ഇവർ വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറി. The chicken coop was the only thing that didn't receive any attention. ചിക്കൻ കൂപ്പ് മാത്രം അവരൊന്നും ചെയ്തില്ല, അതിന് പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും കൊടുത്തില്ല. The dung heap stench from the coop was turning the new house into an old one. The dung heap, dung എന്ന് പറഞ്ഞാൽ കാഷ്ടമാണ് കോഴികളുടെയൊക്കെ. അപ്പൊ ആ ഒരു വേസ്റ്റ് ഹീപ്പായിട്ട് കുന്നുകൂടി. സ്റ്റെഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ദുർഗന്ധമാണ്. അപ്പോൾ ആ വേസ്റ്റ് എല്ലാം ആ ചിക്കൻ കൂപ്പിനകത്ത് കിടന്ന് കൂട്ടം കൂടി അതിന്റെ നാറ്റം വളരെയധികം ഉണ്ടായിരുന്നു. അങ്ങനെ ആ പുതിയ ഹൗസ് ഒരു പഴയ ഹൗസ് പോലെ തോന്നിച്ചു. അതായത് ആ പുതിയ ഹൗസിലേക്കും ഇതിന്റെ ഒരു ദുർഗന്ധം എത്തുന്നുണ്ടായിരുന്നു. At first, when the child learned to walk, they were careful that he did not get too close to the കൂപ്പ്. അങ്ങനെ പെലായോയുടെ കുട്ടി നടക്കാനൊക്കെ ആരംഭിച്ചു. ആ സമയത്ത് അവർ വളരെ ശ്രദ്ധാപൂർവം ഇരുന്നു. അതായത് ആ കുട്ടി ആ കോഴിക്കൂടിന്റെ അടുത്തേക്ക് പോവാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു. But then they began to lose their fears and got used to the smell. പക്ഷെ പതുക്കെ അവർക്ക് അവരുടെ ഭയമൊക്കെ മാറി. അതുപോലെ ആ സ്മെല്ലുമായിട്ട് അവര് പരിചിതമായി. കാരണം എന്നും ആ ദുർഗന്ധം അടിക്കുകയാണ്. അങ്ങനെ അവർ അതുമായിട്ടങ്ങ് ചേർന്ന് പോകാൻ തുടങ്ങി. Before the child got his second teeth, he had gone inside the chicken coop to play. രണ്ടാമത്തെ പല്ല് വരുന്നതിന് മുൻപ് തന്നെ ആ കുട്ടി ചിക്കൻ കൂപ്പിനടുത്ത് അകത്തേക്ക് പോകാനായിട്ട് തുടങ്ങി. As the wires were falling apart, ആ കോഴിക്കൂടിന്റെ പല ഭാഗങ്ങളും ഇളകി പോകാനായിട്ട് തുടങ്ങി. They both came down with the chicken pox at the same time. അങ്ങനെ കുട്ടിക്കും നമ്മുടെ ഏഞ്ചലിനും രണ്ടുപേർക്കും ചിക്കൻ പോക്സ് ഒരേ സമയത്ത് വന്നു. The doctor who took care of the child couldn't resist the temptation to listen to the angel's heart. ഡോക്ടർ ഈ കുട്ടിയെ നോക്കാനായിട്ട് വന്നു. അപ്പൊ റെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ തടയുക. അതായത് ആ ഡോക്ടർക്ക് തൻ്റെ ആ ഒരു കാര്യം തടയാൻ പറ്റിയില്ല. അതായത് ഏഞ്ചലിന്റെ ഹാർട്ട് ബീറ്റ് കേൾക്കണമെന്ന ഒരു തോന്നൽ ഡോക്ടർക്കുണ്ടായി. ആ തോന്നലിനെ തടയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതായത് അദ്ദേഹം അത് നോക്കി. He found so much whistling in the heart and so many sounds in the kidneys. അപ്പോൾ ആണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് ഹാർട്ടിനകത്ത് ഹൃദയത്തിനകത്തുനിന്ന് പലതരത്തിലുള്ള വിസിൽസ് ഒക്കെ കേൾക്കുന്നു. അതുപോലെ കിഡ്നിയിൽ നിന്നും പലതരത്തിലുള്ള സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. ആരുടെ? ഏഞ്ചലിന്റെ. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. ഡോക്ടറിന് ഏറ്റവും കൂടുതൽ സർപ്രൈസ് വന്നത് അദ്ദേഹത്തിന്റെ ആ ചിറകുകളെ പറ്റിയുള്ള
ലോജിക്കാണ്. അതായത് എങ്ങനെ ആ ചിറകുകൾ ഒരു മനുഷ്യന് വന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. They seemed so natural on that completely human organism. ഒരു മനുഷ്യന്റെ സാധാരണ ഒരു അവയവം പോലെ തന്നെ അത് അദ്ദേഹത്തിന്റെ ദേഹത്ത് ചേർന്ന് നിൽക്കുകയാണ്. അതങ്ങനെ കൃത്രിമമായിട്ട് വെച്ച് കെട്ടിയതൊന്നുമല്ല, സോ നാച്ചുറൽ ആണ്. He couldn't understand why other people didn't have them too. അതുപോലെ ഡോക്ടർക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇത് സാധാരണ മറ്റുള്ളവർക്കൊന്നും ഈ ഒരു ചിറക് ഇല്ലാത്തതൊന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല. When the child began school, the sun and rain had caused the collapse of the chicken coop. കുട്ടി പതുക്കെ സ്കൂളിൽ പോകാനായിട്ട് ആരംഭിച്ചു. അതായത് വർഷങ്ങൾ കടന്നുപോയി. അപ്പോഴേക്കും സൂര്യനും മഴയും എല്ലാം കൂടി ആ ചിക്കൻ കൂപ്പിനെ തകർത്തു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ വളരെ വർഷക്കാലം അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ഒന്നും ചെയ്യാതെ അത് പതുക്കെ കേടായി താഴെ വീണു. The angel went dragging himself about here and there like a stray dying man. ഡ്രാഗിങ് എന്ന് പറഞ്ഞാൽ വലിക്കുക. അപ്പോൾ ഏഞ്ചൽ വെൻ ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദെയർ ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ. സ്ട്രേ ഡൈയിങ് മാൻ എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുന്ന ആൾക്കാർ, സ്വന്തമായിട്ട് ഒരു ലക്ഷ്യസ്ഥാനമൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിയുന്ന പ്രായമായ ഒരാളെ പോലെ ആ ഓൾഡ് മാന് അതിനകത്തൂടെ അവിടെയും ഇവിടെയും ഓടി നടന്നു. ഹി സീം ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദി സെയിം ടൈം. ഒരേ സമയത്ത് തന്നെ അദ്ദേഹത്തെ പലയിടത്ത് കണ്ടു. അതായത് ആ കൂട്ടിൽ ഒരിടത്തിരിക്കാതെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടന്നു. ഹി കുഡ് സ്കേഴ്സ്ലി ഈറ്റ്. അദ്ദേഹം വളരെ കുറച്ചേ കഴിച്ചുള്ളൂ, കഴിക്കാനൊന്നും പറ്റുന്നില്ല. സ്കേഴ്സ്ലി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്. ആൻഡ് ഹിസ് ഐസ് ഓൾസോ ബിക്കം സോ ഫോഗി. ഫോഗി എന്ന് പറഞ്ഞാൽ ഒരു മങ്ങൽ, കാഴ്ചയ്ക്ക് മങ്ങലുണ്ടായി. ദാറ്റ് ഹി വെന്റ് അബൌട്ട് ബംപിങ് ഇൻ ടു ദി പോസ്റ്റ്. അതുകൊണ്ട് അവിടെയും ഇവിടെയും ഒക്കെ ഉള്ളിടത്തൊക്കെ അദ്ദേഹം തട്ടി വീഴാൻ തുടങ്ങി. ഇത്തിരി പൊങ്ങിയിരിക്കുന്നിടത്തൊക്കെ അദ്ദേഹം തട്ടി വീഴാൻ തുടങ്ങി. പെലായോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദി ഷെഡ്. പെലായോ ഒരു ബ്ലാങ്കറ്റ്, ഒരു പുതപ്പെടുത്ത് അദ്ദേഹത്തിന് നേരെ എറിഞ്ഞു. എന്നിട്ട് ഒരു ഷെഡിൽ കിടക്കാൻ അനുവദിച്ചു. ഓൺലി then did they notice that he had a temperature at night. അപ്പോഴാണ് പെലായോയൊക്കെ ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിന് രാത്രിയിൽ വളരെ ചൂടുണ്ട്, അതായത് പനി പോലെ ടെമ്പറേച്ചർ കൂടി വരുന്നുണ്ട്. They become alarmed. അപ്പോൾ അവർക്ക് ഒരു അതായത് അവർക്കൊരു അറിവ് കിട്ടി. For they thought he was going to die. അദ്ദേഹം ഉടനെ മരിക്കും എന്നൊരു സൂചന അവർക്ക് കിട്ടി. And yet he not only survived his worst winter but seemed improved with the first sunny days. ആദ്യം അവർക്ക് തോന്നി അദ്ദേഹം ഈ മോശമായ വിന്റർ, വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മോശമായ, വിന്റർ എന്ന് പറഞ്ഞാൽ തണുപ്പുകാലം അദ്ദേഹം അതിജീവിക്കില്ല എന്നവർക്ക് തോന്നി. പക്ഷെ കുറച്ചു കഴിഞ്ഞ ഒരു സണ്ണി ഡേയ്സ് ആയപ്പോൾ പ്രകാശമായ ദിവസങ്ങളൊക്കെ വരാൻ തുടങ്ങി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഹെൽത്ത് വളരെയധികം ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ മെച്ചപ്പെട്ടു. He remained motionless for several days in the farthest corner of the courtyard. മുറ്റത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള ഒരു മൂലയിൽ മോഷൻലെസ് എന്ന് പറഞ്ഞാൽ അനക്കമില്ലാതെ അദ്ദേഹം കുറേ ദിവസം ചെലവഴിച്ചു. At the beginning of December, some large stiff feathers began to grow on his wings. ഡിസംബറിന്റെ തുടക്കമായപ്പോൾ വളരെ വലിയ കട്ടിയുള്ള ചിറകുകൾ അദ്ദേഹത്തിന് വീണ്ടും മുളയ്ക്കാനായിട്ട് ആരംഭിച്ചു. They looked like the feathers of a scarecrow. Scarecrow എന്ന് പറഞ്ഞാൽ നമ്മൾ പാടത്തൊക്കെ അല്ലെങ്കിൽ കൃഷിസ്ഥലങ്ങളിലൊക്കെ പക്ഷികളെയൊക്കെ ഓടിക്കാനായി വെക്കുന്ന കോലം, ഈ കച്ചിത്തുറു ഒക്കെ കൊണ്ട് അല്ലെങ്കിൽ വൈക്കോല് കൊണ്ട് നമ്മൾ കോലം കെട്ടി വെക്കുമല്ലോ, അപ്പൊ അതിനെയാണ് സ്കെയർഗ്രോ എന്ന് പറയുന്നത്. ആ സ്കെയർഗ്രോ പോലെയാണ് അദ്ദേഹത്തിന്റെ ചിറകുകൾ മുളച്ചു വരാനായിട്ട് തുടങ്ങിയത്. One morning, Elinsta was cutting some bunches of onions for lunch when a wind blew into the kitchen. ഒരു ദിവസം എലിൻസ്റ്റ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ശക്തമായ ഒരു കാറ്റ് അടുക്കളയിലേക്ക് അടിച്ചു. Then she went to the window and found the angel in his first attempts at flight. ആ സമയത്ത് അവര് ജനലിനടുത്ത് ചെന്ന് പുറത്തേക്ക് നോക്കി. അപ്പോൾ ആ ഏഞ്ചല് പറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. These were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. പക്ഷേ അദ്ദേഹം
വീണ്ടും വീണ്ടും താഴേക്ക് വരികയാണ്. കാരണം ചിറകുകളൊക്കെ മുളച്ചു തുടങ്ങിയെങ്കിലും ആ എയറിൽ, ആ ഒരു വായുവിൽ അദ്ദേഹത്തിന് ഗ്രിപ്പ് കിട്ടുന്നില്ല, പറക്കാൻ പറ്റുന്നില്ല. പക്ഷിക്കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയല്ലേ, ആദ്യം പറക്കുമ്പോൾ വീണ്ടും വീണ്ടും താഴേക്ക് വീഴും എന്ന് പറഞ്ഞതുപോലെ ഈ ഏഞ്ചലിന് പറക്കാനായിട്ട് പറ്റുന്നില്ല, അദ്ദേഹം വീണ്ടും താഴേക്ക് വരികയാണ്. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ഓൾട്ടിറ്റ്യൂഡ്. പതുക്കെ പതുക്കെ അദ്ദേഹം പറക്കാനായിട്ട് ആരംഭിച്ചു. എലിൻസ്റ്റ ലെറ്റ് ഔട്ട് ഓഫ് സൈ ഓഫ് റിലീഫ്. റിലീഫ് എന്ന് പറഞ്ഞാൽ എന്താ? ആശ്വാസം. ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്വാസം, അതായത് ഒരു ദീർഘനിശ്വാസം വിട്ടു. അതായത് പോകുമല്ലോ, ഇനിയിപ്പോ ശല്യമില്ലല്ലോ എന്നാണ് എലിൻസ്റ്റയുടെ വിചാരം. ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം. തനിക്കും ആശ്വാസമുണ്ട്, അദ്ദേഹത്തിനുമുണ്ട്. അതായത് ഓൾഡ് മാൻ തന്റെ വാസസ്ഥലത്തേക്ക് മടങ്ങുകയായിരിക്കാം. അപ്പൊ രണ്ടുപേരെയും ഓർത്ത് എലിൻസ്റ്റ ഒന്ന് ആശ്വസിച്ചു. വെൻ ഷീ വാച്ച്ഡ് ഹിം പാസ് ഓവർ ദി ലാസ്റ്റ് ഹൗസസ് ഹി വാസ് ഹോൾഡിംഗ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ വിത്ത് ദി റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സെനൈൽ വൾച്ചർ. സെനൈൽ എന്ന വാക്കിന്റെ അർത്ഥം പ്രായാധിക്യം എന്നാണ്. പ്രായമാകുമ്പോൾ ക്ഷീണം, ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു വൾച്ചർ, ഒരു കഴുകൻ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് അദ്ദേഹം ആ ഒരു ഓൾട്ടിറ്റ്യൂഡിലേക്ക് പറന്നുയർന്നത്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരം. അങ്ങനെ അദ്ദേഹം പറന്നുയരുന്നത് റിസ്കി ആയിട്ട്, അതായത് വളരെ റിസ്ക് എടുത്താണ് അദ്ദേഹം പറക്കുന്നത്. അദ്ദേഹത്തിന് അത്ര പറ്റുന്നില്ല. അത് നോക്കിയാണ് എലിൻസ്റ്റ നിന്നത്. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷി വാസ് ത്രൂ കട്ടിങ് ദ ഒനിയൻസ്. ആ ഒനിയൻസ് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എലിൻസ്റ്റ അയാളെ നോക്കിക്കൊണ്ടിരുന്നു. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അൻറ്റിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹർ ടു സീ ഹിം. ഇനി ഒരിക്കലും അയാളെ കാണാൻ പറ്റില്ല, അത്രയേറെ അകലേക്ക് അയാൾ പറന്നുപോയി. ആ സമയം വരെയും എലിൻസ്റ്റ അയാളെ നോക്കി നിന്നു. He was no longer an annoyance in her life but imaginary dot on the horizon of the sea. No longer an annoyance. Annoyance എന്ന് പറഞ്ഞാൽ ശല്യം. ഇനി അയാള് എലിൻസ്റ്റയുടെ ലൈഫിൽ ഒരു ശല്യമല്ല, പക്ഷേ ഒരു ഇമാജിനറി ഡോട്ടാണ്. ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുത്ത്, ഒരു സാങ്കല്പിക തരത്തിലുള്ള സാങ്കല്പികമായ ഒരു കുത്തുപോലെ, ആകാശത്തിന്റെ ഒരു ചക്രവാളത്തില് ഒരു സാങ്കല്പികമായ ഒരു കുത്തുപോലെ അദ്ദേഹത്തെ അനുഭവപ്പെട്ടു. ഇനി ഒരിക്കലും എലിൻസ്റ്റയുടെ ജീവിതത്തിലേക്ക് അയാൾ ഒരു ശല്യമായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ എലിൻസ്റ്റ അയാളെ നോക്കി ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു.